സ്റ്റുഡൻസ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA ഹിസ്റ്ററിയുടെ 6th സെമസ്റ്ററിൻ്റെ ഒരു പേപ്പറാണ് ഇന്ത്യൻ ഹെറിറ്റേജ് ആൻഡ് പ്ലൂറാലിറ്റി ഓഫ് കൾച്ചേഴ്സ് എന്നുള്ളത്. ഇതിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വരുന്നത് മഹാവീരനെ കുറിച്ചാണ്. ജൈനമതത്തിൻ്റെ 24ാമത്തെ തീർത്ഥങ്കരനാണ് മഹാവീരൻ. ക്ഷമ, അഹിംസ, സത്യം എന്നീ തത്വങ്ങൾ ഉത്ബോധിപ്പിച്ചു. ജൈനമതത്തിൻ്റെ പ്രധാന ആശയങ്ങൾ രൂപപ്പെടുത്തിയതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച വ്യക്തിയാണ്. മോക്ഷം ലക്ഷ്യമായിട്ട് സന്യാസ ജീവിതം പ്രോത്സാഹിപ്പിച്ചു. ജൈന സന്യാസിമാരുടെ ജീവിതത്തിന് സംയമനം അത്യാവശ്യമാണെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. 24ാമത്തെ തീർത്ഥങ്കരനാണ്. ക്ഷമ, അഹിംസ, സത്യം എന്നീ തത്വങ്ങൾ പഠിപ്പിച്ചു. ജൈനമതത്തിൻ്റെ പ്രധാന ആശയങ്ങൾ രൂപപ്പെടുത്തി. മോക്ഷം അഥവാ മുക്തി ലക്ഷ്യമായി സന്യാസ ജീവിതം പ്രോത്സാഹിപ്പിച്ചു. ജൈന സന്യാസിമാരുടെ ജീവിതത്തിന് സംയമനം അത്യാവശ്യമാണെന്ന് പഠിപ്പിച്ചു. ഇനി ബിപിൻ ചന്ദ്രയെക്കുറിച്ചാണ്. ഇന്ത്യയിലെ പ്രശസ്ത ചരിത്രകാരനാണ്. ആധുനിക ഇന്ത്യൻ ചരിത്രത്തെക്കുറിച്ച് നിരവധി പുസ്തകങ്ങൾ എഴുതി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് നടത്തിയ ഗവേഷണത്തിന് പേര് കേട്ട മഹാനാണ്. ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ പ്രൊഫസറായിട്ട് ജോലി നോക്കിയിരുന്നു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം വിശദമായിട്ട് അദ്ദേഹം വിശകലനം ചെയ്തു. അജിത കേശകാമ്പല് ഒരു പ്രാചീന ഇന്ത്യൻ തത്വചിന്തജ്ഞയാണ്. ലോകായത മതത്തിൻ്റെ പ്രതിനിധിയായിരുന്നു. വേദങ്ങളുടെ അധികാരത്തെ ചോദ്യം ചെയ്തു. യാഥാർത്ഥ്യത്തെ ഭൗതികവൽക്കരിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു. പരമ്പരാഗത മതാനുഷ്ഠാനങ്ങളെ വിമർശിച്ചു. എന്താണ് ലോകായത പ്രിൻസിപ്പിൾ? ഇത് ഇന്ത്യൻ മെറ്റീരിയലിസ്റ്റിക് തത്വചിന്തയാണ്. വേദങ്ങളുടെ അധികാരത്തെ നിരാകരിക്കുകയും ഭൗതിക ലോകമാണ് യാഥാർത്ഥ്യമെന്ന് വിശ്വസിക്കുകയും ചെയ്ത ഒരു കൺസെപ്റ്റാണ്. മോക്ഷം, പുനർജന്മം എന്നിവ നിരാകരിച്ചു. ചാർവാകൻ എന്ന തത്വചിന്തകന് ഇതിനെ പ്രതിനിധീകരിച്ചു. സൂർദാസിനെ കുറിച്ച് നോക്കുമ്പോൾ ഹിന്ദുമതത്തിലെ ഒരു പ്രശസ്ത കവിയാണ്. കൃഷ്ണഭക്തിയിൽ ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. സൂര്യസാഗരം എന്ന കൃതി രചിച്ചു. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഭക്തിപ്രസ്ഥാനത്തിൻ്റെ പ്രചോദനമായിരുന്നു. അന്ധനായിരുന്നു അദ്ദേഹം. തുല്യനീതി എന്ന ആശയം, എല്ലാവർക്കും നിയമത്തിനു മുമ്പിൽ തുല്യാവകാശം ഉണ്ടായിരിക്കണം എന്നതാണ് ഈ ഒരു ആശയം. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിലൊന്നാണിത്. ജാതി, മതം, ലിംഗഭേദം എന്നിവ നോക്കാതെ എല്ലാവർക്കും നീതി ലഭിക്കണം. ഡോക്ടർ BR അംബേദ്കർ ഇതിനെ ശക്തമായിട്ട് പിന്തുണച്ചു. ഇത് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന തത്വമാണ്. എന്താണ് സുൽഹിക്കുൽ? അക്ബർ ചക്രവർത്തി പ്രോത്സാഹിപ്പിച്ച സർവ്വമത സാമ്രാജ്യമാണ് സുൽഹിക്കുൽ. എല്ലാ മതങ്ങളും തമ്മിൽ സൗഹൃദം പ്രോത്സാഹിപ്പിച്ചു. ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു. ഇത് മുഗൾ സാമ്രാജ്യത്തിൻ്റെ ശക്തി വർദ്ധിപ്പിച്ചു. ഇത് ഇന്ത്യയിലെ ധാർമ്മിക സഹിഷ്ണുതയുടെ ഉദാഹരണമാണ്. ലാൽ ദേദിനെ കുറിച്ച് നോക്കാം. കാശ്മീരിലെ ഒരു പ്രശസ്ത സൂഫി കവയിത്രിയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ലാൽ വാഗ് എന്നറിയപ്പെടുന്നു. ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു. ആത്മീയതയും സാമൂഹിക സമത്വവും പ്രചരിപ്പിച്ചു. കാശ്മീരി സംസ്കാരത്തിൻ്റെ പ്രതീകമായിട്ട് കണക്കാക്കപ്പെടുന്നു. ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യ ഹിന്ദു ഇസ്ലാമിക വാസ്തുവിദ്യയുടെ സമ്മിശ്രണം. കൊട്ടാരങ്ങൾ, മസ്ജിദുകൾ, ഗുമ്മട്ടകൾ എന്നിവയിൽ ഇത് കാണാൻ പറ്റും. താജ്മഹൽ ഇതിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഉദാഹരണമാണ്. ഇന്ത്യയിലെ സാംസ്കാരിക ഐക്യത്തിൻ്റെ പ്രതീകമാണ്. ഇസ്ലാമിക രൂപകൽപ്പനയും ഹിന്ദു അലങ്കാരങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഹിന്ദു മുസ്ലിം ഐക്യം എന്ന കൺസെപ്റ്റ്, ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം സമൂഹങ്ങൾ തമ്മിലുള്ള സൗഹൃദം. ഗാന്ധിജി ഇതിനെ സൗഹൃദത്തെയാണ് കാണിക്കുന്നത്. ഗാന്ധിജി ഇതിനെ ശക്തമായി പിന്തുണച്ചു. സ്വാതന്ത്ര്യ സമരത്തിൽ ഇത് പ്രധാന പങ്ക് വഹിച്ചു. ഇന്ത്യയുടെ ഐക്യത്തിനും ശക്തിക്കും വേണ്ടിയാണ് ഇത് നിലകൊണ്ടത്. ഇത് ഇന്ത്യൻ സമൂഹത്തിന് പ്രധാനപ്പെട്ട ഒന്നാണ്. ടാഗോറിനെ കുറിച്ച് നോക്കുമ്പോൾ രവീന്ദ്രനാഥ് ടാഗോർ ഒരു പ്രശസ്ത കവിയും തത്വചിന്തകനുമായിരുന്നു. ഗീതാഞ്ജലി എന്ന കൃതിക്ക് നോബൽ സമ്മാനം ലഭിച്ചു. ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ഇദ്ദേഹമാണ്. ശാന്തിനികേതൻ സ്ഥാപിച്ചു. സാഹിത്യത്തിലൂടെ മനുഷ്യത്വത്തെ പ്രോത്സാഹിപ്പിച്ചു. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ ഭരണഘടനയുടെ 4ാമത്തെ പട്ടികയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ പട്ടിക 4A ഉൾപ്പെടുത്തിയിരിക്കുന്ന വകുപ്പാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. എല്ലാ ഇന്ത്യക്കാർക്കും പാലിക്കേണ്ട കടമകൾ ഇതിൽ ഉൾപ്പെടുന്നു. രാജ്യത്തിന് വിധേയത്വം പുലർത്തുക, സമാധാനം പാലിക്കുക എന്നിവ ഉൾപ്പെടുന്നു. 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇത് എഴുതി ചേർത്തിട്ടുള്ളത്. ഇത് പൗരന്മാരുടെ രാഷ്ട്രീയ ബോധം വർദ്ധിപ്പിക്കുന്നു. സംസ്കാരങ്ങളുടെ ഏകീകരണം വിവിധ സംസ്കാരങ്ങൾ ഒന്നിച്ചു ചേരുന്ന പ്രക്രിയ ആഗോളവൽക്കരണം ഇതിന് കാരണമാകുന്നു. പ്രാദേശിക സംസ്കാരങ്ങൾ നഷ്ടപ്പെടുന്നതിന് വഴിയൊരുക്കുന്നു. ഇത് സാംസ്കാരിക വൈവിധ്യത്തെ ബാധിക്കുന്നു. ഇതിനെതിരെ സാംസ്കാരിക പരിപാലനം പ്രധാനമാണ്. തത്വമസി എന്ന ആശയം വേദങ്ങളിൽ കാണപ്പെടുന്ന ഒരു തത്വമാണ്. അത് നീയാണ് എന്ന അർത്ഥം വരുന്ന
വേദങ്ങളിൽ കാണപ്പെടുന്ന ഒരു തത്വമാണിത്. അത് നീയാണ് എന്നതാണ് ഇതിന്റെ അർത്ഥം. ആത്മാവിനെ കുറിച്ചുള്ള ആഴമുള്ള ധാരണയെ സൂചിപ്പിക്കുന്നു. ഹിന്ദു തത്വചിന്തയിൽ ആത്മീയ ഐക്യത്തിന് പ്രാധാന്യം നൽകുന്നു. ഉപനിഷത്തുകളിൽ ഈ ആശയം വിശദമായിട്ട് വിവരിക്കുന്നു. എല്ലാ ജീവികളിലും ഒരേ ആത്മാവുണ്ടെന്ന് പഠിപ്പിക്കുന്നു. ഇന്ത്യൻ മെറ്റീരിയലിസം ലോകായത ദർശനത്തെ അടിസ്ഥാനമാക്കിയുള്ള തത്വചിന്തയാണിത്. ഭൗതിക ലോകത്തെ മാത്രം യാഥാർത്ഥ്യമായി അംഗീകരിക്കുന്നു. വേദങ്ങളുടെയും മതാനുഷ്ഠാനങ്ങളുടെയും അധികാരത്തെ നിരാകരിക്കുന്നു. ചാർവാകൻ ഒരു തത്വചിന്തയുടെ പ്രധാന പ്രതിനിധിയാണ്. ഇന്ദ്രിയാനുഭവങ്ങളെ മാത്രം സത്യമായിട്ട് കണക്കാക്കുന്നു. എന്താണ് അഷ്ടാംഗ മാർഗം എന്ന് പറഞ്ഞാൽ ബുദ്ധമതത്തിലെ മോക്ഷത്തിലേക്കുള്ള മാർഗം. ശരിയായ ദർശനം, ശരിയായ സങ്കല്പം, ശരിയായ വാക്ക്, ശരിയായ പ്രവൃത്തി, ശരിയായ ജീവിത മാർഗം, ശരിയായ പരിശ്രമം, ശരിയായ ഓർമ്മ, ശരിയായ ധ്യാനം എന്നിവ ഉൾപ്പെടുന്നു. ദുഃഖനിവൃത്തിക്കുള്ള മാർഗമാണിത്. ബുദ്ധൻ തൻ്റെ ആദ്യ ഉപദേശത്തിൽ ഇത് വിവരിച്ചു. ഇത് ജീവിതത്തിൽ സന്തുലിതാവസ്ഥ കൈവരിക്കാൻ സഹായിക്കുന്നു. തീർത്ഥങ്കന്മാർ, ഇനി പറയുന്നത് തീർത്ഥങ്കരന്മാരെ കുറിച്ചാണ്. ജൈനമതത്തിലെ 24 ആത്മീയ ഗുരുക്കന്മാർ ഋഷഭനാഥൻ, മഹാവീരൻ എന്നിവർ പ്രധാന തീർത്ഥങ്കരന്മാരാണ്. ജൈനമതത്തിൽ 24 ആത്മീയ ഗുരുക്കന്മാരുണ്ട്. ഇവരെയാണ് തീർത്ഥങ്കരന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഋഷഭനാഥൻ, മഹാവീരൻ എന്നിവർ പ്രധാന തീർത്ഥങ്കരന്മാരാണ്. മോക്ഷം നേടിയവരായി ഇവർ കണക്കാക്കപ്പെടുന്നു. അഹിംസ, സത്യം, അപരിഗ്രഹം എന്നീ തത്വങ്ങൾ ഉത്ബോധിപ്പിച്ചു. ജൈനമതത്തിന്റെ പ്രധാന ആശയങ്ങൾ രൂപപ്പെടുത്തിയതിൽ പങ്കുവഹിച്ചു. ബസവ കൾട്ടിനെ കുറിച്ചാണ്. 12ാം നൂറ്റാണ്ടിൽ ബസവേശ്വരർ സ്ഥാപിച്ച ഒരു സാമൂഹ്യ മതപ്രസ്ഥാനം ലിംഗായത മതത്തിന്റെ അടിസ്ഥാനം സൃഷ്ടിച്ചു. ജാതി വ്യവസ്ഥയെയും മതഭേദങ്ങളെയും എതിർത്തു. സ്ത്രീകൾക്കും ദരിദ്രർക്കും തുല്യാവകാശം നൽകി. കർണാടകയിലെ ഈ പ്രസ്ഥാനം ശക്തമായിട്ട് വളർന്നു. ഇനി മീരാബായിയെ കുറിച്ചാണ്. ഒരു പ്രശസ്ത ഹിന്ദു ഭക്തി കവയിത്രിയാണ്. കൃഷ്ണഭക്തിയിൽ ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. അവരുടെ ഭജനകൾ ഇന്നും ജനപ്രിയമാണ്. രാജസ്ഥാനിലെ രാജകുടുംബത്തിൽ ജനിച്ചെങ്കിലും ഭക്തി ജീവിതം തിരഞ്ഞെടുത്തു. സാമൂഹ്യ മാനദണ്ഡങ്ങളെ തള്ളിക്കളഞ്ഞ് ആത്മീയതയിൽ ഏർപ്പെട്ടു. ഇൻഡോ ഇസ്ലാമിക ചിത്രകലയെക്കുറിച്ചാണ്. ഹിന്ദു ഇസ്ലാമിക ചിത്രകലയുടെ സമ്മിശ്രമാണ് ഇത്. മുഗൾ ചിത്രകലയിൽ ഇത് പ്രത്യേകിച്ച് പ്രകടമാണ്. പ്രകൃതി, മനുഷ്യരൂപം, അലങ്കാരങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. മുഗൾ ചക്രവർത്തിമാർ ഈ കലയെ പ്രോത്സാഹിപ്പിച്ചു. ഇത് ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഭാഗമാണ്. സാർവലൗകിക സാഹോദര്യം, എല്ലാ മനുഷ്യരും സഹോദരങ്ങളാണെന്നുള്ള ആശയം. ഗാന്ധിജിയുടെ അഹിംസാ സിദ്ധാന്തത്തിന് ഇത് പ്രധാനമാണ്. മതം, ജാതി, വർഗഭേദങ്ങൾ മറികടക്കാൻ ഇത് സഹായിക്കുന്നു. ഇന്ത്യൻ ഭരണഘടന ഇതിനെ പിന്തുണയ്ക്കുന്നു. ലോക സമാധാനത്തിന് വേണ്ടിയുള്ള ഒരു അടിസ്ഥാന തത്വമാണിത്. ജ്യോതിബ ഫുലെ 19ാം നൂറ്റാണ്ടിലെ ഒരു സാമൂഹിക പരിഷ്കർത്താവാണ് അദ്ദേഹം. സ്ത്രീ വിദ്യാഭ്യാസത്തിനും ദരിദ്രർക്കുള്ള അവകാശങ്ങൾക്കും വേണ്ടി പോരാടി. സത്യശോധക സമാജം സ്ഥാപിച്ചു. ജാതി വ്യവസ്ഥയെ ശക്തമായി വിമർശിച്ചു. മഹാരാഷ്ട്രയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം ശക്തമായിരുന്നു. അമർത്യ സെൻ ഒരു പ്രശസ്ത ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. 1998 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചു. വികസന സിദ്ധാന്തത്തിനും സാമൂഹ്യ നീതിക്കും വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ പേരുകേട്ടതാണ്. ഡെവലപ്മെന്റ് ആൻഡ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചു. ലോകത്തിലെ ദാരിദ്ര്യം, അസമത്വം എന്നിവയെക്കുറിച്ച് ഗവേഷണം നടത്തി. നെഹ്റുവിയൻ സോഷ്യലിസം ജവഹർലാൽ നെഹ്റുവിൻ്റെ സാമ്പത്തിക സാമൂഹിക നയങ്ങൾ നെഹ്റുവിയൻ സോഷ്യലിസം എന്ന പേരിൽ അറിയപ്പെടുന്നു. സോഷ്യലിസ്റ്റ് സിദ്ധാന്തങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള നയങ്ങളായിരുന്നു. പഞ്ചവത്സര പദ്ധതികൾ ഇതിൻ്റെ ഭാഗമായിരുന്നു. സാമൂഹിക നീതിയും സാമ്പത്തിക സമത്വവും ലക്ഷ്യമിട്ടു. ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിൽ പ്രധാന പങ്കുവഹിച്ചു. ജാതി രാഷ്ട്രീയം, ജാതിയെ അടിസ്ഥാനമാക്കിയുള്ള രാഷ്ട്രീയ പ്രവർത്തനം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇത് ഒരു പ്രധാന ഘടകമാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് ഇത് വഴിയൊരുക്കുന്നു. സാമൂഹിക അസമത്വങ്ങൾ നിലനിൽക്കുന്നു. ജനാധിപത്യത്തിൻ്റെ ഗുണനിലവാരത്തെ ബാധിക്കുന്നു. എന്താണ് ആഗോളവൽക്കരണം? ലോകമെമ്പാടുമുള്ള സാമ്പത്തിക സാംസ്കാരിക ഏകീകരണം, സാങ്കേതികവിദ്യയുടെ വികാസം ഇതിന് കാരണമാകുന്നു. സാമ്പത്തിക വളർച്ചയ്ക്ക് വഴിയൊരുക്കുന്നു. പ്രാദേശിക സംസ്കാരങ്ങൾക്ക് ഇത് ഭീഷണിയായി മാറുന്നു. ഇത് സാമ്പത്തിക അസമത്വം വർദ്ധിക്കാൻ കാരണമാകുന്നു. എന്താണ് സാമൂഹിക വൈവിധ്യം എന്ന് പറഞ്ഞാൽ? ഒരു സമൂഹത്തിലെ വിവിധ സംസ്കാരങ്ങൾ, മതങ്ങൾ, ഭാഷകൾ എന്നിവയുടെ സാന്നിധ്യമാണ് സാമൂഹിക വൈവിധ്യം. ഇന്ത്യ ഒരു സാമൂഹിക വൈവിധ്യമുള്ള രാജ്യമാണ്. ഇത് രാജ്യത്തിൻ്റെ ശക്തിയാണ്. സാമൂഹ്യ സാമരസ്യം നിലനിർത്താൻ ഇത് പ്രധാനമാണ്. ഇന്ത്യൻ ഭരണഘടന ഈ വൈവിധ്യത്തെ പരിരക്ഷിക്കുന്നു. റോമില താപ്പറെക്കുറിച്ച് നോക്കാം. ഇന്ത്യയിലെ പ്രശസ്ത ചരിത്രകാരിയാണ്. പ്രാചീന ഇന്ത്യൻ ചരിത്രത്തെക്കുറിച്ച് നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇന്ത്യയുടെ സാമൂഹിക സാംസ്കാരിക ചരിത്രത്തിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ പ്രൊഫസറായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ചരിത്രരചനയിൽ ക്രിട്ടിക്കൽ ദൃഷ്ടികോൺ, അതായത് ക്രിട്ടിക്കൽ ചിന്താഗതി കൊണ്ടുവന്നത് ഇവരാണ്. എന്താണ് മോണിസം എന്ന് പറഞ്ഞാൽ? എല്ലാ യാഥാർത്ഥ്യങ്ങളും ഒരൊറ്റ മൂലധാരയിൽ നിന്ന് ഉത്ഭവിക്കുന്നു എന്ന ചിന്ത. അദ്വൈത വേദാന്തം ഇതിന് ഉദാഹരണമാണ്. ബ്രഹ്മം മാത്രമാണ് സത്യമെന്ന് പഠിപ്പിക്കുന്നു. ജീവാത്മാവും പരമാത്മാവും ഒന്നാണെന്ന് വിശ്വസിക്കുന്നു. ഉപനിഷത്തുകളിൽ ഈ ആശയം വിശദമായിട്ട് വിവരിക്കുന്നുണ്ട്.
എന്താണ് വസുദൈവ കുടുംബകം? ലോകമെമ്പാടും ഒരു കുടുംബമാണ്. പ്രാചീന ഇന്ത്യൻ സാഹിത്യത്തിൽ നിന്നുള്ള ഒരാശയമാണിത്. മനുഷ്യരെല്ലാം തമ്മിലുള്ള ഐക്യത്തെ സൂചിപ്പിക്കുന്നു. സാർവലൗകിക സാഹോദര്യത്തിൻ്റെ പ്രതീകമാണിത്. ഇന്ന് ലോക സമാധാനത്തിന് വേണ്ടി ഈ ആശയം പ്രസക്തമാണ്. ഋഷഭനെ കുറിച്ച് ജൈനമതത്തിലെ ഒന്നാമത്തെ തീർത്ഥങ്കരനാണ്. ജൈനമതത്തിൻ്റെ സ്ഥാപകനായി കണക്കാക്കപ്പെടുന്നു. അഹിംസ, സത്യം, തപസ് എന്നീ തത്വങ്ങൾ ഉത്ബോധിപ്പിച്ചു. ജൈന സന്യാസിമാരുടെ ജീവിതത്തിന് മാതൃകയായി ഇന്ത്യൻ സംസ്കാരത്തിൽ പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. മീരാബായി 16-ാം നൂറ്റാണ്ടിലെ ഒരു ഭക്ത കവയിത്രിയാണ്. കൃഷ്ണഭക്തിയിൽ ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. രാജസ്ഥാനിലെ രാജകുടുംബത്തിൽ ജനിച്ചെങ്കിലും ഭക്തി ജീവിതം തിരഞ്ഞെടുത്തു. അവരുടെ ഭജനകൾ ഇന്നും ജനപ്രിയമാണ്. സാമൂഹിക മാനദണ്ഡങ്ങളെ തള്ളിക്കളഞ്ഞ് ആത്മീയതയിൽ ഏർപ്പെട്ടു. ആദ്യ ഗ്രന്ഥം സിഖ് മതത്തിൻ്റെ പവിത്ര ഗ്രന്ഥമാണ്. ഗുരു ഗ്രന്ഥ് സാഹിബ് എന്നും അറിയപ്പെടുന്നു. സിഖ് ഗുരുക്കന്മാരുടെ ഉപദേശങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ഗുരു അർജുൻ ദേവ് ഇത് സമാഹരിച്ചു. സിഖ് ആരാധനാലയങ്ങളിൽ ഇതിന് പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട്. ഇബാദത്ത് ഖാന, അക്ബർ ചക്രവർത്തി നിർമ്മിച്ച ഒരു മതസംവാദ മന്ദിരമാണിത്. വിവിധ മതങ്ങളിലെ പണ്ഡിതർ ഇവിടെ ചർച്ചകൾ നടത്തി സുൽഹിക്കുൽ എന്ന ആശയം പ്രോത്സാഹിപ്പിച്ചു. ഫത്തേപൂർ സിക്രിയിൽ ഇത് സ്ഥിതി ചെയ്യുന്നു. മുഗൾ രാജവംശത്തിൻ്റെ സാംസ്കാരിക സമന്വയത്തിൻ്റെ ഉദാഹരണമാണിത്. രാജ്മാനാമ, മുഗൾ ചക്രവർത്തി അക്ബറിൻ്റെ കാലത്തെ ഒരു പ്രധാന ഗ്രന്ഥമാണിത്. മഹാഭാരതം പേർഷ്യൻ ഭാഷയിൽ വിവർത്തനം ചെയ്തതാണ്. മുഗൾ കൊട്ടാരത്തിലെ പണ്ഡിതർ ഇത് തയ്യാറാക്കി. ഇന്ത്യൻ സാഹിത്യത്തിൻ്റെ സമ്പന്നമായ പാരമ്പര്യത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഇൻഡോ പേർഷ്യൻ സാംസ്കാരിക ബന്ധങ്ങളുടെ ഉദാഹരണമാണിത്. ഗീതാഞ്ജലി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പ്രശസ്തമായ കാവ്യസമാഹാരമാണ്. 1913 ഇതിന് നോബൽ സാഹിത്യം പുരസ്കാരം ലഭിച്ചു. ആത്മീയതയും മനുഷ്യത്വവും ഇതിൻ്റെ പ്രധാന ആശയങ്ങളാണ്. ഇംഗ്ലീഷിലേക്ക് ടാഗോർ തന്നെ വിവർത്തനം ചെയ്തു. ഇന്ത്യൻ സാഹിത്യത്തിൻ്റെ ഗൗരവം ലോകത്തിനു മുമ്പിൽ തുറന്നുവെച്ചു. സത്യശോധക് സമാജ്, ജ്യോതിബ ഫുലെ 1873 സ്ഥാപിച്ച ഒരു സാമൂഹിക പരിഷ്കരണ സംഘടനയാണിത്. ജാതി വ്യവസ്ഥയെയും അസമത്വത്തെയും എതിർത്തു. ദലിതർക്കും സ്ത്രീകൾക്കും വിദ്യാഭ്യാസം നൽകാൻ ശ്രമിച്ചു. മഹാരാഷ്ട്രയിൽ ഈ പ്രസ്ഥാനം ശക്തമായിരുന്നു. സാമൂഹിക നീതിയുടെ പ്രാധാന്യം ഊന്നിപ്പറയുന്ന പ്രസ്ഥാനമാണിത്. ഗുലാംഗിരി ജ്യോതിബ ഫുലെ എഴുതിയ ഒരു പ്രധാന പുസ്തകമാണ്. ദലിതർക്കും ദുർബല വിഭാഗങ്ങൾക്കുമുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ആഹ്വാനമാണ് ഇതിലുള്ളത്. ജാതി വ്യവസ്ഥയുടെ അടിച്ചമർത്തലിനെതിരെയുള്ള ഒരു ശക്തമായ വിമർശനമാണിത്. സാമൂഹ്യ നീതിയുടെ പ്രാധാന്യം ഇതിൽ ഊന്നിപ്പറയുന്നു. ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ പ്രചോദനമായിട്ട് മാറിയിട്ടുണ്ട്. തരിശാപ്പള്ളി ചെമ്പ് പ്ലേറ്റ് കേരളത്തിലെ ഒരു പ്രാചീന രേഖയാണിത്. 9-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതാണ്. യഹൂദ ക്രിസ്ത്യൻ വ്യാപാരികൾക്ക് അനുകൂലമായ രേഖകൾ ഇതിലുണ്ട്. കേരളത്തിൻ്റെ വ്യാപാര ചരിത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നു. ഇന്ത്യയിലെ ബഹുസാംസ്കാരിക ബന്ധങ്ങളുടെ തെളിവാണിത്. വില്ലുവണ്ടി സമരം കേരളത്തിലെ ഒരു സാമൂഹിക പ്രസ്ഥാനമാണ്. ദലിതർക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും വേണ്ടിയുള്ള അവകാശങ്ങൾക്കായിട്ട് നടന്ന സമരമാണിത്. ജാതി അടിച്ചമർത്തലിനെതിരെയുള്ള പോരാട്ടം സാമൂഹിക നീതിയും സമത്വവും ലക്ഷ്യമിട്ടു. കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണിത്. PRDS പ്രജാസമാജം രാമദാസ് സംഘം PRDS എന്ന സംഘടന കേരളത്തിലെ ഒരു സാമൂഹിക മതപ്രസ്ഥാനമാണ്. ദലിതർക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നു. ജാതി വ്യവസ്ഥയെയും അസമത്വത്തെയും എതിർക്കുന്നു. സാമൂഹിക നീതിയും സാമൂഹിക സമത്വവും ലക്ഷ്യമിട്ട് ഉള്ളതാണ്. ഇത്രയാണ് നമുക്ക് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് പറയാനുള്ളത്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്